സുപ്രഭാതം. ഒരു റെയിൽവേ പ്ലാറ്റ്ഫോം ചിന്തിച്ചു നോക്കൂ. 3 പേർ ബെഞ്ചിലിരിക്കുന്നു. ആദ്യയാൾക്ക് 25 വയസ്സ്. കണ്ണുകളിൽ തീ പോലുള്ള സ്വപ്നങ്ങൾ. ഫോൺ തുറന്ന് ജോബ് പോർട്ടലുകളും സ്റ്റാർട്ടപ്പ് വീഡിയോകളും കാണുന്നു. രണ്ടാമൻ 45 വയസ്സ്. കയ്യിൽ ഓഫീസ് ബാഗ്. ഫോൺ സ്ക്രീനിൽ ബാങ്ക് EMI, കുട്ടിയുടെ ഫീസ്, മാതാപിതാക്കളുടെ മെഡിക്കൽ റിപ്പോർട്ട്. മൂന്നാമൻ 65 വയസ്സ്. ചെറിയൊരു ബാഗ് മാത്രം. ട്രെയിനുകൾ വരുന്നതും പോകുന്നതും ശാന്തമായി നോക്കുന്നു. മൂവരോടും ഒരേ ഒരു ചോദ്യം ചോദിച്ചാൽ വിജയം എന്താണ്? 3 വ്യത്യസ്ത ഉത്തരങ്ങൾ കിട്ടും. 25കാരൻ പറയും, എനിക്ക് എന്തെങ്കിലും വലിയതായി ചെയ്യണം. 45കാരൻ പറയും, എൻ്റെ കുടുംബം സുരക്ഷിതമായിരിക്കണം. 65കാരൻ ചിരിച്ചുകൊണ്ട് പറയും, രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയണം. ഇതാണ് ഇന്നത്തെ വിഷയം. വിജയത്തിൻ്റെ നിർവചനം പ്രായത്തിനനുസരിച്ച് മാറുന്നു. നാം ചെയ്യുന്ന ഒരു വലിയ തെറ്റെന്താണെന്നറിയാമോ? ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങൾക്കും ഒരേ അളവുകോൽ ഉപയോഗിക്കുന്നു. 25ലുള്ള ഓട്ടം 65-ലില്ലെന്ന് കണ്ടാൽ നാം കരുതും ആൾക്ക് ആംബിഷൻ നഷ്ടപ്പെട്ടു എന്ന്. എന്നാൽ ഒരുപക്ഷെ അവൻ അളവുകോൽ മാറ്റിയതാണ്. 25-ൽ വിജയം എന്താണ്? എനിക്ക് ആരാകാൻ കഴിയും? 25 വയസ്സിൽ മനുഷ്യൻ ഭാവിയിലേക്കാണ് നോക്കുന്നത്. കരിയർ, ശമ്പളം, വിദേശ അവസരം, സ്റ്റാർട്ടപ്പ്, പേര്, അംഗീകാരം. ഈ പ്രായത്തിൽ ആദ്യമായി എന്ന വാക്ക് വളരെ പ്രധാനമാണ്. ആദ്യ ജോലി, ആദ്യ ശമ്പളം, ആദ്യ പ്രമോഷൻ, ആദ്യ സ്വതന്ത്ര തീരുമാനം. ഒരു യുവാവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ ദിവസവും 14 മണിക്കൂർ ജോലി ചെയ്യും. ആളുകൾ ചോദിക്കും, ഇത്രയും എന്തിന്? അവൻ പറയും, ഇപ്പോൾ പരിശ്രമിച്ചില്ലെങ്കിൽ ഞാൻ പിന്നിലാകും. ആ പ്രായത്തിൽ സമയം അനന്തമാണെന്ന് തോന്നും. ഊർജം കൂടുതലായിരിക്കും. റിസ്ക് എടുക്കാൻ ധൈര്യമുണ്ടാകും. 25-ൽ വിജയം പലപ്പോഴും സാധ്യതയുടെ തെളിവാണ്. എനിക്ക് കഴിയും എന്ന വാചകമാണ് ആ പ്രായത്തിൻ്റെ ഇന്ധനം. പക്ഷേ ഇവിടെ ഒരു അപകടമുണ്ട്. ആ പ്രായത്തിൽ നാം പലപ്പോഴും മറ്റുള്ളവരുടെ ടൈം ലൈൻ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കും. അവന് ഇത്ര ശമ്പളം, അവൾ ഇതിനകം വീട് വാങ്ങി, എൻ്റെ ബാച്ചിലെ എല്ലാവരും സെറ്റിലായി. അപ്പോൾ വിജയം ഒരു യാത്രയല്ല, ഒരു മത്സരം ആയി മാറും. 45-ൽ വിജയം ഞാൻ എന്താണ് സംരക്ഷിക്കുന്നത് എന്നായി മാറുന്നു. 45 വയസ്സിൽ കഥ മാറുകയാണ്. ഇപ്പോൾ ജീവിതം വെറും ഞാൻ എന്നതല്ല. കുട്ടികളുടെ ഭാവി, മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി, വീട്ടുകടം, ജീവനക്കാരുടെ ഉത്തരവാദിത്വം, കുടുംബത്തിൻ്റെ സ്ഥിരത. ഈ പ്രായത്തിൽ ആളുകൾ ദിവസേന നിശബ്ദമായി ഭാരങ്ങൾ ചുമക്കും. ഒരു 45കാരൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, 25-ൽ ഞാൻ ഉയരാൻ ഓടി, 45-ൽ ഞാൻ വീഴാതെ നിൽക്കാൻ ഓടുന്നു. എത്ര ആഴമുള്ള വാചകം! ഈ ഘട്ടത്തിൽ വിജയം പലപ്പോഴും കാണപ്പെടാത്തതാണ്. സമയത്ത് ഫീസ് അടയ്ക്കൽ, കുടുംബത്തെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കൽ, കുട്ടിക്ക് സുരക്ഷിതമായ വീട് നൽകൽ, മാതാപിതാക്കൾക്ക് മരുന്ന് വാങ്ങൽ, സ്വന്തം ക്ഷീണം മറിച്ച് മറ്റുള്ളവരെ പിന്തുണയ്ക്കൽ. പുറത്തുനിന്ന് ഇത് ഗ്ലാമറസ് അല്ല. പക്ഷേ സമൂഹത്തിൻ്റെ യഥാർത്ഥ തൂണുകൾ പലപ്പോഴും ഇവരാണ്. 45-ൽ മനുഷ്യൻ ഒരു പുതിയ ചോദ്യം ചോദിക്കാൻ തുടങ്ങും. ഞാൻ നേടുന്നത് എന്താണ് എന്നതിൽ നിന്ന് ഞാൻ നഷ്ടപ്പെടുത്തുന്നത് എന്താണ് എന്നതിലേക്ക്. ആരോഗ്യം, സമയം, കുടുംബ നിമിഷങ്ങൾ, ഉറക്കം, മനസ്സമാധാനം. അപ്പോൾ ചിലർ തിരിച്ചറിയും, കൂടുതൽ പണം നേടുമ്പോൾ അവർ കൂടുതൽ ജീവിതം നഷ്ടപ്പെടുത്തുകയാണോ എന്ന്. 65-ൽ വിജയം ഞാൻ എങ്ങനെ ജീവിച്ചു എന്നതായി മാറുന്നു. 65 വയസ്സിൽ മറ്റൊരു പരിവർത്തനം നടക്കും. ഇപ്പോൾ മുറിയിൽ കയറുമ്പോൾ ആളുകൾ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് ജോലി ചെയ്യുന്നത് എന്നല്ല, ആരോഗ്യം എങ്ങനെയുണ്ട് എന്നാകും. ഈ പ്രായത്തിൽ വിജയത്തിൻ്റെ കേന്ദ്രം പുറത്തുനിന്ന് ഉള്ളിലേക്കാണ് മാറുന്നത്. ഒരു റിട്ടയേർഡ് അധ്യാപകനെ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ സമ്പത്തൊന്നുമില്ല. പക്ഷെ ഗ്രാമത്തിൽ എവിടെ പോയാലും മുൻ വിദ്യാർത്ഥികൾ വന്ന് സ്നേഹം പ്രകടിപ്പിക്കും. ഞാൻ ചോദിച്ചു, സർ, നിങ്ങൾ വിജയിച്ചതായി തോന്നുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ വിദ്യാർത്ഥികൾ അവരുടെ കുട്ടികളെ എനിക്ക് പരിചയപ്പെടുത്തുവാൻ കൊണ്ടുവരുമ്പോൾ ഞാൻ ജീവിച്ചത് വെറുതെ ആയില്ലെന്ന് തോന്നും. ഇവിടെ വിജയം പ്രഭാവമായി മാറി. 65-ൽ ആളുകൾ സാധാരണയായി 3 കാര്യങ്ങളാണ് വിലമതിക്കുന്നത്: ആരോഗ്യം, ബന്ധങ്ങൾ, മനസ്സമാധാനം.
ആരും ആശുപത്രി കിടക്കയിൽ കിടന്ന് പറയാറില്ല ഇനിയും 2 മീറ്റിങ്ങുകൾ കൂടി നടത്തിയിരുന്നെങ്കിൽ. പക്ഷെ പലരും പറയുന്നത് കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നെങ്കിൽ, കുറച്ച് മിതമായി കോപം പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ, സുഹൃത്തുക്കളെ നഷ്ടപ്പെടുത്താതിരുന്നെങ്കിൽ. ഈ പ്രായത്തിൽ മനുഷ്യർ മനസ്സിലാക്കും, വിജയമെന്നത് ജീവിതം മുഴുവൻ ശേഖരിച്ച കയ്യടികളുടെ എണ്ണം അല്ല, ഹൃദയത്തിൽ ശേഷിക്കുന്ന സമാധാനത്തിൻ്റെ അളവാണ്. യഥാർത്ഥ പ്രശ്നം 25കാരൻ 65കാരനെ മനസ്സിലാക്കുന്നില്ല, 65കാരൻ 25കാരനെ വിധിക്കുന്നു എന്നതാണ്. 25കാരന് ആംബിഷൻ സ്വാഭാവികമാണ്, 45കാരന് സ്ഥിരത സ്വാഭാവികമാണ്, 65കാരന് സമാധാനം സ്വാഭാവികമാണ്. ഇവയിലൊന്നും മറ്റേതിനേക്കാൾ താഴ്ന്നതല്ല. അവ ജീവിതത്തിൻ്റെ വ്യത്യസ്ത കാലാവസ്ഥകളാണ്. വസന്തം പൂക്കൾ ചോദിക്കും, വേനൽ പരിശ്രമം ചോദിക്കും, ശരത്കാലം വിളവ് ചോദിക്കും, ശൈത്യം ആഴം ചോദിക്കും. ഒരു മാവിനോട് ജനുവരിയിൽ എന്തുകൊണ്ട് പഴമില്ല എന്ന് ചോദിക്കുന്നത് പോലെ 65കാരനിൽ നിന്ന് 25കാരൻ്റെ ഓട്ടം പ്രതീക്ഷിക്കുന്നത് അന്യായമാണ്. ഇന്ന് നിങ്ങളുടെ പ്രായം എന്തായാലും സ്വയം 3 ചോദ്യങ്ങൾ ചോദിക്കൂ. നിങ്ങൾ 25നോടടുത്താണെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ നിർവചനമനുസരിച്ചാണോ വിജയത്തെ പിന്തുടരുന്നത്? നിങ്ങൾ 45നോടടുത്താണെങ്കിൽ ഞാൻ എല്ലാവരെയും സംരക്ഷിക്കുന്നതിനിടയിൽ എന്നെ തന്നെ മറക്കുകയാണോ? നിങ്ങൾ 65നോടടുത്താണെങ്കിൽ എൻ്റെ അനുഭവം അടുത്ത തലമുറയ്ക്ക് വെളിച്ചമാകുന്നുണ്ടോ? അവസാനമായി ഒരു ചിന്ത. ആ റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് തിരികെ പോകാം. ട്രെയിൻ എത്തി. 25കാരൻ വേഗത്തിൽ ഓടിക്കയറുന്നു. 45കാരൻ ആദ്യം കുടുംബം കയറിയോ എന്ന് നോക്കുന്നു. 65കാരൻ പതുക്കെ കയറുന്നു. ജാലക സീറ്റിൽ ഇരുന്ന് പുറത്തേക്ക് നോക്കുന്നു. മൂവരും വ്യത്യസ്തമായി പെരുമാറുന്നു, പക്ഷേ ഒരേ യാത്രയിലാണ്. അതിനാൽ ഇന്ന് മറ്റൊരാളുടെ പ്രായത്തിലെ വിജയത്തെ നമ്മുടെ പ്രായത്തിൻ്റെ അളവുകോലിൽ വിധിക്കാതിരിക്കുക. ഓർമ്മിക്കൂ, 25ൽ വിജയം ഞാൻ ആരാകാമെന്ന ചോദ്യമാണ്. 45ൽ വിജയം ഞാൻ എന്താണ് സംരക്ഷിക്കുന്നത് എന്ന ചോദ്യമാണ്. 65ൽ വിജയം ഞാൻ എങ്ങനെ ജീവിച്ചു എന്ന ചോദ്യമാണ്. അവസാനം ജീവിതം നമ്മോട് ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാകാം. നിന്റെ പ്രായത്തിൻ്റെ ഘട്ടത്തിൽ നിനക്ക് യഥാർത്ഥത്തിൽ പ്രധാനമായിരുന്നതിനെ നീ ബഹുമാനിച്ചോ? നന്ദി. നിങ്ങളുടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രായത്തിൻ്റെ ജ്ഞാനത്തെ സ്വീകരിച്ച് വിജയത്തെ വീണ്ടും നിർവചിക്കുവാനുള്ള വ്യക്തത നൽകട്ടെ.